സമയം 7:15 ഞാൻ നിൽക്കുന്നത് പറവൂർ KSRTC ബസ് സ്റ്റാൻഡിലാണ്. ഈ സമയത്ത് ഇവിടെ വന്നാൽ പരിചയപ്പെടേണ്ട ഒരാളുണ്ട്. ആ വ്യക്തിയെ പരിചയപ്പെടാനും നിങ്ങൾക്ക് മുന്നിൽ പരിചയപ്പെടുത്താനുമാണ് ഞാൻ ഇന്നിവിടെ വന്നിരിക്കുന്നത്. നമുക്ക് അതാരാണെന്ന് നോക്കാം. ഇവിടെ ആദ്യം വന്ന് കുറേ ബസ്സുകൾ ക്ലീൻ ചെയ്യും. പിന്നെ കുറച്ച് സമയം കഴിയുമ്പോൾ ഒരു 8 മണി 8:30 ആകുമ്പോൾ ബസ് കഴുകാൻ നിൽക്കും. ഞാൻ 6:30 ആകുമ്പോൾ വരും. ഒരു 10 മണിയൊക്കെ മുമ്പായിട്ട് പോവും. ഒരു ഭയവുമില്ല. എൻ്റെ സ്വന്തം വീട് പോലെയാണ് എനിക്ക് തോന്നുന്നത്. ഇത്രയും വർഷമായിട്ട് ഇവിടെ പൊതിച്ചോറ് കൊടുത്തുള്ള ഒരു പരിചയവും എല്ലാവരും എന്നോട് നല്ല സഹകരണവുമാണ്. ഞാൻ വരുന്നതിന് എല്ലാവർക്കും ഇഷ്ടവുമാണ്. അടിച്ചു വരുന്നതൊക്കെ ഒരു 30 വണ്ടിയൊക്കെ അടിച്ചു വരാം. 30 വണ്ടി അടിച്ചു വരുമ്പോൾ ചിലപ്പോൾ 1-2 കഴുകാൻ സാധിക്കുള്ളൂ. അതല്ലാന്നുണ്ടെങ്കിൽ 10-15 വണ്ടിയൊക്കെ അടിക്കാം. 10 വണ്ടിയോളം കഴുകുകയൊക്കെ ചെയ്യാം. അപ്പോൾ ഒരു വണ്ടി അടിച്ചു വാരി കഴുകുന്നതിന് 50 രൂപ കിട്ടും. ഇതിൻ്റെ ട്യൂമറായിരുന്നു, ഓവേറിയൻ ട്യൂമർ എന്ന് പറയും. അപ്പോൾ ആദ്യമൊന്നും അറിയില്ലായിരുന്നു. ഗ്യാസ് ട്രബിളാണെന്നും പറഞ്ഞായിരുന്നേ. പിന്നെ ഒട്ടും പറ്റാതായപ്പോഴാണ് ചെക്കപ്പിന് തന്നെ പോയത്. പോയിട്ടും ഒരു 5-8 മാസം പൈസ ഇല്ലാത്തതുകൊണ്ട് സ്കാനിങ് പറഞ്ഞിട്ട് ചെയ്തില്ലായിരുന്നു. പിന്നെ ഓപ്പൺ സർജറി ചെയ്ത് എല്ലാവരും എടുത്തു. കൊച്ചിൻ ക്യാൻസർ സെൻ്ററിലാണ് നമ്മൾക്കിത് ചെയ്തത്. ഒരു 5-6 മാസമാണ് ഞാൻ ജോലി എടുക്കാണ്ട് ഒട്ടും ഇരുന്നത്. അത് കഴിഞ്ഞതിന് ശേഷം റെസ്റ്റൊക്കെ കഴിഞ്ഞ് വീണ്ടും ഞാൻ ഇതിലേക്കായി. പിന്നെ എന്ന് പറയുകയാണെങ്കിൽ ഒന്നും ചെയ്യാതിരുന്നാൽ നമ്മൾ ഈ അസുഖത്തിനെ കുറിച്ച് തന്നെ ഇങ്ങനെ വിചാരിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ ഫുൾ എൻഗേജഡ് ആകാമെന്ന് വിചാരിച്ചു. ഇപ്പോഴാണെങ്കിൽ എനിക്ക് തീരെ ഒന്നിനും സമയമില്ല. ഈ വിഷമിച്ചൊക്കെ ഇരിക്കുന്ന പെണ്ണുങ്ങളോട് എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ ഒന്നിനും തളരാനില്ല. നമുക്ക് ഇപ്പം ഇവിടെ വന്ന സമയത്തൊക്കെ എന്നെ എത്ര പേര് കളിയാക്കിയിട്ടുണ്ട്. ആണുങ്ങൾ മാത്രമുള്ള സ്ഥലത്ത് പോയിരിക്കണമെന്ന് പറഞ്ഞിട്ട്. ആ വരുന്ന സമയത്ത് ചെറിയ പ്രായമായിരുന്നു. അപ്പോൾ എല്ലാവരും അങ്ങനെയൊക്കെ വിചാരിച്ചു. പലരും പലതരത്തിലും നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടുണ്ട്. എനിക്ക് ഓവേറിയൻ ട്യൂമർ വന്നത് തന്നെ വയറ് വല്ലാണ്ട് വീർത്തിരിക്കുമായിരുന്നു. അപ്പോൾ വേറെ വേറെ ഒന്നുമില്ലല്ലോ. അപ്പം അങ്ങനെ ഉണ്ടായതാണെന്ന് വരെയും പറഞ്ഞിട്ടുണ്ട്. പിന്നെ ഈ അസുഖം വന്നപ്പോൾ നമുക്ക് കൗൺസിലിംഗ് ചെയ്തു. അവർ പറഞ്ഞു തരുമ്പോൾ നമ്മൾ ഓർക്കും നമ്മളില്ലെങ്കിലും മറ്റുള്ളവരൊക്കെ ജീവിക്കും. ഏതൊരു പ്രതിസന്ധിയെയും ദീപ ചേച്ചിയെ പോലെ തളരാതെ ചിരിച്ചുകൊണ്ട് നേരിടുക. ഈ ഒരു പുതുവർഷത്തിൽ പറയാനുള്ളത് അതുമാത്രമാണ്. ബിനു തോമസിനൊപ്പം നിതിൻ തോമസ്, മാതൃഭൂമി ന്യൂസ്, കൊച്ചി. ദീപ ചേച്ചിയുടെ വാക്കുകളല്ലേ, അവർക്ക് ശരീരമാറ്റം അസുഖത്തിൻ്റെ ഭാഗമായിട്ടുണ്ടായപ്പോൾ അതിൽ വരെ എന്തൊക്കെ ആളുകൾ പറഞ്ഞു. പിന്നെ അവസാനം പറഞ്ഞത് നമ്മളില്ലെങ്കിലും ബാക്കിയുള്ളവരൊക്കെ ജീവിക്കും. അപ്പോൾ നമുക്കും ജീവിക്കണം എന്ന് പറഞ്ഞ പോലെ ഒരു നിമിഷം പോലും വെറുതെ സങ്കടപ്പെട്ടിരിക്കാൻ ഞാൻ തയ്യാറല്ല എന്ന് പറയുന്നതിലുണ്ട് ആ ധൈര്യം. അതേപോലെ മുന്നോട്ട് പോകട്ടെ. അപ്പോൾ നിതിൻ നല്ലൊരാളെ പരിചയപ്പെട്ടു. എനിക്ക് തോന്നുന്നു ഈ 2026 നമുക്ക് ആദ്യ ദിവസങ്ങളിൽ കൊടുക്കാൻ പറ്റുന്നത് നല്ല കാഴ്ചയാണ്. ഇതേപോലെ ആത്മധൈര്യത്തോടെ ആളുകൾ മുന്നോട്ട് പോകട്ടെ അല്ലേ. 51-ാം വയസ്സിലും അതിജീവനത്തിൻ്റെ ഓട്ടം, അതാണ് ദീപ ചേച്ചിയുടെ കഥയെന്ന് പറയുന്നത്. രാവിലെ ഒരു 4 മണിയാകുമ്പോഴാണ് എഴുന്നേൽക്കുന്നത്. നേരെ ഭക്ഷണം പാചകം ചെയ്യാൻ തുടങ്ങും അമ്മയുടെ സഹായത്തോട് കൂടിയിട്ട്. ഈ പാചകം ചെയ്തെടുത്ത ഭക്ഷണം പൊതിച്ചോറുകളാക്കി നേരെ പറവൂർ KSRTC ഡിപ്പോയിലേക്ക് വിടും. ഈ KSRTC ഡിപ്പോയിൽ നിന്ന് പുറപ്പെടുന്ന കണ്ടക്ടർമാർക്കും ഡ്രൈവർമാർക്കുമുള്ള ഉച്ചഭക്ഷണമാണ് ഈ പൊതിച്ചോറുകളിലുള്ളത്. കഴിഞ്ഞ 16 വർഷമായിട്ട് ദീപ ചേച്ചി ഈ ജോലി ചെയ്തു വരികയാണ്. രാവിലെ വന്ന് ഉച്ചഭക്ഷണമൊക്കെ നൽകിയതിന് ശേഷം വീണ്ടും തിരികെ പോയി വൈകുന്നേരം 6:30 ആകുമ്പോൾ വീണ്ടും തിരികെ ഈ പറവൂർ KSRTC ഡിപ്പോയിലേക്ക് എത്തും. പിന്നെ ഒരു 10 മണി വരെ നീളുന്ന ജോലിയാണ്. ഓട്ടമൊക്കെ കഴിഞ്ഞ് വരുന്ന KSRTC ബസ്സുകളെല്ലാം തന്നെ കഴുകി വൃത്തിയാക്കും. പുരുഷന്മാർ മാത്രം കൈയടക്കി വെച്ചിരുന്ന ജോലിയാണ് ദീപ ചേച്ചി ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇതിനിടെ ഒരു ഇടുത്തി എന്ന പോലെയാണ് ഈ ജീവിതയാത്രയിൽ ഓവേറിയൻ ട്യൂമർ ദീപ ചേച്ചിനെ ബാധിക്കുന്നത്. 3 വർഷത്തെ തുടർ ചികിത്സ വേണ്ടി വന്നു. അതിനുശേഷമാണ് പൂർണ്ണമായിട്ടും ഈ രോഗം വിട്ടുമാറിയത്. ഈ ഇത്രയേറെ പ്രാരാബ്ദങ്ങൾക്കിടയിലും 2 പെൺമക്കളെയും പഠിപ്പിച്ചു വളർത്തി വലുതാക്കി ജീവിതം അതിമനോഹരമായിട്ട് മുന്നോട്ട് കൊണ്ടുപോവുകയാണ്. എന്തായാലും ചിരിക്കുന്ന മുഖത്തോടെ ദീപ ചേച്ചിക്ക് ഒരുപാട് മുന്നോട്ട് പോകാൻ കഴിയട്ടെ.